ഒന്നും അങ്ങ് ക്ലച്ച് പിടിക്കുന്നില്ല. മുഖ്യമന്ത്രിയായിരുന്നു ആദ്യ ലക്ഷ്യം. ഒന്നാം പിണറായി സർക്കാരിൻ്റെ അവസാന കാലത്ത് തുടങ്ങിയതാണ് മുഖ്യമന്ത്രിയെ വളഞ്ഞിട്ട് പിടിക്കുക എന്ന്. പക്ഷേ ഒന്നും നടന്നില്ല, എല്ലാം ചീറ്റിപ്പോയി. രണ്ടാമതും പിണറായി തന്നെ മുഖ്യമന്ത്രിയായി വന്നു. അന്ന് മുതൽ സഹിക്കുന്നില്ല. ഇനി മൂന്നാമതും പിണറായി തന്നെ മുഖ്യമന്ത്രിയാകാൻ പോവുകയും ചെയ്യുന്നു. ഇതെല്ലാം കേട്ട് ആകെ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചതുപോലെ ഓടുന്ന ഒരാളുണ്ട്. അത് മറ്റാരുമല്ല, നേരത്തെ പ്രതിപക്ഷ നേതാവായിരിക്കെ VS അച്യുതാനന്ദൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന KM ഷാജഹാൻ. അദ്ദേഹം ഇപ്പോൾ പുതിയ അടവുമായി വന്നിട്ടുണ്ട്. നേരത്തെ പലതരത്തിലുള്ള അടവുകൾ പയറ്റിയ ആളാണ്. മാധ്യമങ്ങൾ ഒപ്പമുണ്ട്. സോഷ്യൽ മീഡിയയിലൂടെ ഒരാളെ എങ്ങനെയൊക്കെ തേജോവധം ചെയ്യാം അതൊക്കെ ചെയ്യുന്ന വ്യക്തിയാണ് KM ഷാജഹാൻ. അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളും യൂട്യൂബ് വീഡിയോകളും എടുത്ത് നോക്കിയാൽ മതി. ഒരു വ്യക്തിയെ തേജോവധം ചെയ്യുന്നതിൽ ആത്മസംതൃപ്തി കണ്ടെത്തുന്ന ആളുകളുണ്ട്. അതുപോലെയുള്ള ആളുകളിൽ ഒരാളായി KM ഷാജഹാൻ അധപ്പതിച്ചിരിക്കുന്നു എന്ന് പറയേണ്ടി വരുന്നതിൽ ഖേദമുണ്ട്. ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിൻ്റെ നീക്കം ദിവ്യ എസ് അയ്യർക്കെതിരെയാണ്. ദിവ്യ എസ് അയ്യർക്കെതിരെ കേന്ദ്ര സർക്കാരിന് പരാതി കൊടുത്തിരിക്കുകയാണ് KM ഷാജഹാൻ. അത് സംബന്ധിച്ച് വാർത്തകൾ വന്നിട്ടുണ്ട്. അതിലൊരു വാർത്ത ഇങ്ങനെയാണ്: സർക്കാർ ഭൂമി പതിച്ചു നൽകി, IAS മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുന്നില്ല, ദിവ്യ എസ് അയ്യർക്കെതിരെ കേന്ദ്രത്തിന് പരാതി. VS അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവായിരിക്കെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന KM ഷാജഹാനാണ് പരാതിക്കാരൻ. വാർത്ത ഇങ്ങനെയാണ്: വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറും സാംസ്കാരിക വകുപ്പ് സെക്രട്ടറിയുമായ ദിവ്യ എസ് അയ്യർക്ക് എതിരെ വിജിലൻസിനും കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയത്തിനും പരാതി. വർക്കലയിലെ സർക്കാർ ഭൂമി സ്വകാര്യ വ്യക്തിക്ക് പതിച്ചു നൽകിയെന്നതാണ് വിജിലൻസിന് മുന്നിലുള്ള പരാതി. സമൂഹ മാധ്യമങ്ങൾ പ്രയോഗത്തിൽ ഉൾപ്പെടെ IAS ഉദ്യോഗസ്ഥർക്കുള്ള മാർഗനിർദ്ദേശങ്ങൾ ദിവ്യ എസ് അയ്യർ പതിവായി ലംഘിക്കുന്നു എന്നാണ് പേഴ്സണൽ മന്ത്രാലയത്തിന് നൽകിയ പരാതിയിലെ ആരോപണം. VS അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവായിരിക്കെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന KM ഷാജഹാനാണ് പരാതിക്കാരൻ. വർക്കല അയ്യൂർ വില്ലേജിൽ സ്വകാര്യ വ്യക്തി കൈവശം വെച്ചിരുന്ന 27 സെന്റ് ഭൂമി റോഡ് പുറമ്പോക്കാണെന്ന് കണ്ടെത്തി വർക്കല തഹസിൽദാർ ഏറ്റെടുത്തിരുന്നു. ഈ ഭൂമി ദിവ്യ എസ് അയ്യർ തിരുവനന്തപുരം സബ് കളക്ടറായിരിക്കെ തഹസിൽദാരുടെ നടപടി റദ്ദാക്കി സ്വകാര്യ വ്യക്തിക്ക് ഭൂമി കൈമാറാൻ നിർദ്ദേശിച്ചെന്നാണ് പരാതി. ഭൂമി ഏറ്റെടുത്ത നടപടിക്കെതിരെ സ്വകാര്യ വ്യക്തി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഈ ഹർജി പരിഗണിച്ച കോടതി വിഷയത്തിൽ തീരുമാനമെടുക്കാൻ സബ് കളക്ടറെ ചുമതലപ്പെടുത്തി. പരാതിക്കാരന്റെ വാദം കേട്ട ദിവ്യ തഹസിൽദാരുടെ നടപടി റദ്ദാക്കി സ്വകാര്യ വ്യക്തിക്ക് ഭൂമി കൈമാറാൻ നിർദ്ദേശിച്ചെന്നാണ് പരാതിയിൽ പറയുന്നത്. ഇത് നേരത്തെ തന്നെ വലിയ വാർത്തയായ സംഭവമായിരുന്നു. പിന്നീട് അതെല്ലാം അവസാനിച്ച കാര്യമാണ്. അത് വീണ്ടും കുത്തിപ്പൊക്കി കൊണ്ടുവരുവാനാണ് KM ഷാജഹാൻ ശ്രമിക്കുന്നത്. പത്തനംതിട്ടയിലെ ഔദ്യോഗിക പരിപാടിയിൽ കുഞ്ഞുമായി വേദിയിൽ വന്നതും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന KK രാഗേഷിനെ പുകഴ്ത്തിയതിന് പിന്നാലെ ഉണ്ടായ വിവാദങ്ങളും പേഴ്സണൽ കാര്യ മന്ത്രാലയത്തിന് നൽകിയ പരാതിയിൽ പരാമർശിച്ചിട്ടുണ്ട്. ഇതാണ് വാർത്ത. കാര്യം എന്താണ് എന്ന് മനസ്സിലായിട്ടുണ്ടാകും. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന KK രാഗേഷിനെ പുകഴ്ത്തി. അദ്ദേഹവും മുഖ്യമന്ത്രിയുമായുള്ള ബന്ധം എന്താണ് എന്ന് വിശദീകരിച്ചു. KK രാഗേഷിനെ കുറിച്ച് എന്തുകൊണ്ടാണ് 2 നല്ല വാക്ക് പറഞ്ഞത് എന്ന് പിന്നീട് ദിവ്യ എസ് അയ്യർ തന്നെ വിശദീകരിക്കുന്നുണ്ട്. എൻ്റെ ഓഫീസറായിരുന്നു, മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി എന്ന നിലയിൽ എൻ്റെ ഓഫീസറായിരുന്നു. അദ്ദേഹം അവിടെ നിന്ന് മറ്റൊരു ചുമതലയിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് 2 നല്ല വാക്ക് ഫേസ്ബുക്ക് പോസ്റ്റിലിട്ടു, ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. അതാണ് ഏറ്റവും വലിയ കുറ്റമായി കേരളത്തിലെ മാധ്യമങ്ങൾ എടുത്തു പൊക്കിയത്, വലിയ വാർത്തയാക്കിയത്. അവസാനം ദിവ്യ എസ് അയ്യരുടെ ഭർത്താവ് ശബരിനാഥിന് പോലും അത് തള്ളിപ്പറയേണ്ടി വന്നു. ശബരിനാഥ് കോൺഗ്രസ് നേതാവാണ്. കോൺഗ്രസ് നേതാവിൻ്റെ ഭാര്യ IAS ഉദ്യോഗസ്ഥ എങ്ങനെ KK രാഗേഷിനെ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയെ കുറിച്ച് നല്ല 2 വാക്ക് പറഞ്ഞു? അതാണ് സഹിക്കാൻ പറ്റാത്തത്. അതേപോലെ വിഴിഞ്ഞം തുറമുഖ പദ്ധതി യാഥാർത്ഥ്യമായി. അതിൻ്റെ അവസാന ഘട്ടത്തിൽ നേതൃത്വപരമായ പങ്കുവഹിച്ച ആളാണ് ദിവ്യ എസ് അയ്യർ. അതിൻ്റെ ഉദ്ഘാടന ചടങ്ങ്, അതോടൊപ്പം തന്നെ മറ്റു പരിപാടികളിലൊക്കെ സജീവമായി പങ്കെടുക്കുന്ന വ്യക്തി. സ്വാഭാവികമായി മാധ്യമങ്ങളിൽ അവരുടെ ഫോട്ടോ വരും, മാധ്യമ ശ്രദ്ധയിൽ അവർ വരും. കാരണം കേരളത്തിലെ ഏറ്റവും വലിയ പദ്ധതിയാണ്. ആ പദ്ധതിയെ സംബന്ധിച്ചുള്ള വാർത്തകൾ വരുമ്പോൾ ദിവ്യ എസ് അയ്യർ സ്വാഭാവികമായും വാർത്തകളിൽ നിറയും.
അത് സഹിക്കുന്നില്ല കോൺഗ്രസ് നേതാക്കൾക്ക്, അത് സഹിക്കുന്നില്ല കെ എം ഷാജഹാനെ പോലെയുള്ളവർക്ക്. കെ എം ഷാജഹാന് പക്ഷേ മറ്റൊരു കാര്യവും കൂടിയുണ്ട്. പിണറായി വിജയനാണ് അദ്ദേഹത്തിൻ്റെ ഒന്നാം നമ്പർ ശത്രു. പിണറായി വിജയനെ രാഷ്ട്രീയമായി ഇല്ലാതാക്കുക, ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ നേരത്തെയുള്ള പരിപാടി. അദ്ദേഹത്തിൻ്റെ ലക്ഷ്യവും അതാണ്. പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന ഘട്ടത്തിലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം അതുതന്നെയായിരുന്നു. എങ്ങനെയൊക്കെ കേരളത്തിലെ CPIM-ൽ വിഭാഗീയത കൊണ്ടുവരാം, എങ്ങനെയൊക്കെ CPIM-നകത്ത് നിന്ന് പിണറായി വിജയെ തറടിക്കുക, അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ എന്തൊക്കെ നടത്താം, അതിനെ ആരെയൊക്കെ ഉപയോഗിക്കാം എന്നൊക്കെ ഗവേഷണം നടത്തിയ ആളാണ് കെ എം ഷാജഹാൻ. അദ്ദേഹത്തിൻ്റെ ദൗത്യം തന്നെ, ജീവിത ലക്ഷ്യം തന്നെ പിണറായി വിജയനെ പരാജയപ്പെടുത്തുക അല്ലെങ്കിൽ രാഷ്ട്രീയമായി ഇല്ലാതാക്കുക എന്നതാണ്. അതിനുവേണ്ടിയാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി കിട്ടുന്ന എല്ലാ സാധ്യതകളും അദ്ദേഹം ഉപയോഗിക്കാറുമുണ്ട്. പക്ഷെ ഒന്നും ക്ലച്ച് പിടിക്കുന്നില്ല. അവസാനമാണ് ഇനിയിപ്പോൾ ദിവ്യ S അയ്യരെ പിടിച്ച് ഒന്ന് മെല്ലെ പിണറായി വിജയനിലേക്ക് എത്താം, പിണറായി വിജയനെ മെല്ലെ തൊടാം എന്നൊക്കെ വിചാരിച്ച് നടക്കുകയാണ് കെ എം ഷാജഹാൻ ചെയ്യുന്നത്. ഒരു കാര്യം പറയാം, അസൂയ മൂത്ത് ഭ്രാന്താവുക എന്നൊക്കെ പറയുന്നില്ലേ? എന്തായാലും അസൂയ മൂത്ത് ഭ്രാന്തായോ എന്ന് ചോദിക്കേണ്ടി വരുന്നതിൽ ഖേദമുണ്ട്. എൻ്റെ സുഹൃത്തു കൂടിയാണ് കെ എം ഷാജഹാൻ എന്നതുകൊണ്ട് തന്നെ.